ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീ ആണ്. ഇത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ ബെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനെ റിമൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ചായയാണ്. അപ്പോൾ ഈ ഒരു ചായ കൊണ്ട് ഉള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചായ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ വയറ്റിൻ്റെ അടിവയറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനെ റിമൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഒത്തിരി ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ പീരിയഡ്സിൻ്റെ സമയത്ത് വളരെ നല്ല പെയിൻ ഉണ്ടാവാറുണ്ട് ചിലർക്കൊക്കെ. അങ്ങനെയുള്ളവർക്കും വളരെ നല്ലതാണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തൈറോയ്ഡ് ഉള്ളവർക്കാണ്. തൈറോയ്ഡ് ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഡയറ്റോ ഫോളോ ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് 1-2 ദിവസം കൊണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്, ക്ഷമ. അപ്പോൾ നമ്മൾ ക്ഷമയോട് കൂടി നമ്മൾ എന്താണോ എടുക്കുന്നത് അതിൽ നമുക്കൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു ടീ ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ടണ്ടടേങ്! അപ്പോൾ ഇവനാണ് നമ്മളുടെ ഹീറോ, ചെമ്പരത്തി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും. നമ്മുടെ വീട്ടിൽ കണ്ടില്ലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു മോഡലുള്ള ചെമ്പരത്തിയാണ്. അതായത് 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയാണ് നമുക്ക് വേണ്ടത്. അതൊരു 4 അല്ലെങ്കിൽ 5 എണ്ണം വേണം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി മതിയാവും. അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, പിന്നെ ഒരു ചെറിയ തണ്ട് തുളസിയില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് ഇതളുകൾ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് തണ്ടും നമുക്ക് ആവശ്യമില്ല, ഇതും നമുക്ക് കളയാം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ പൂവിൻ്റെ ഇതളെല്ലാം ഇവിടെ അടർത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തത് ഒരു ഇച്ചിരി വലിയ കഷ്ണം ഇഞ്ചിയായിരുന്നു. അത്രയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിതിനെ നടുകെ മുറിച്ച് ചെറിയ കഷ്ണമാക്കി എടുക്കുവാണ്. അപ്പോൾ ഈ ഒരു കഷ്ണം മതിയാവും നമുക്ക് ഈ ചായക്ക്. ഇനി നമുക്കിത് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ ഇഞ്ചിയെല്ലാം നമ്മളിങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് 1 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഈ വെള്ളം ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായി തിള വന്നതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇവിടെ എൻ്റെ വെള്ളം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി നമ്മളാ എടുത്തു വച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇതളുകൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വട്ടം കുറക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ വെള്ളത്തിൻ്റെ കളറ് ഇവിടെ മാറുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചായ 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെമ്പരത്തി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പൂവിൻ്റെ കളറെല്ലാം ചായയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ് വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ നമുക്ക് ഈ ഇതളെല്ലാം ഇങ്ങനെ മാറ്റിയെടുക്കാം. അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. വളരെ നല്ലൊരു ചായയാണിത്. നിങ്ങൾ ഈ ഒരു ചായ 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു അമേസിങ് റിസൾട്ടായിരിക്കും. വളരെ നല്ല ചായയാണിത്. ഇനി ഞാൻ ഈ ഒരു ചായ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അതിനു മുമ്പ് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തുളസി ഇല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ ചായ ഒഴിച്ചു കൊടുക്കുകയാണ്. ചായ ഒഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ ചെറുനാരങ്ങയുടെ പകുതി മതി നമുക്കെന്ന്. അപ്പം നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതി കൂടി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുവാണ്.
ഇതാ അപ്പം അങ്ങനെ നമ്മുടെ ഹെൽത്തി ഹെർബൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ കളർ കാണണമെങ്കിൽ പുറത്ത് തന്നെ കൊണ്ടുപോയി കാണിക്കണം. എന്താ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഗ്രീൻ ടീ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അവർക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു ടീ വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണോ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പ്രായത്തെ ചൊറുക്കുകയും നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കി വെക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ മൂഡ് സ്വിങ്, ഡിപ്രഷൻ ഒക്കെ ഉള്ളവർക്ക് പറ്റിയ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇനി പറയാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ ഹെൽത്തി ഹെർബൽ ടീ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അതേ, നമ്മുടെ ചെമ്പരത്തിക്ക് നമ്മൾ പോലും അറിയാത്ത ഒത്തിരിയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും നമ്മുടെ പ്രായത്തെ ചെറുത്ത് നിർത്താനും ഒക്കെ നല്ല കഴിവുള്ള ഒരു സംഭവമാണ് ഈ ഒരു ചായ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാം. BP കുറവുള്ളവർ, അതായത് ബ്ലഡ് പ്രഷർ കുറവുള്ളവർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണെങ്കിൽ അവർ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ലിവർ പ്രോബ്ലംസ് ഉള്ളവർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ചെറിയ കുട്ടികൾ, കൺസീവ് ആകാൻ ശ്രമിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ്, ഇങ്ങനെയുള്ളവരൊന്നും ഈ ഒരു ടീ യൂസ് ചെയ്യരുത്. കാരണം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അവരോട് ഇത് യൂസ് ചെയ്യരുതെന്ന് പറയണത്. ഇനി ഡിപ്രഷൻ, അതുപോലെ തന്നെ മൂഡ് സ്വിങ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത്. അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി ഈ ഒരു ടീ കുടിക്കണം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നല്ലൊരു ചേഞ്ചസ് ഉണ്ടാവും. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.